അപ്പോൾ ഇന്നുണ്ടല്ലോ സൺഡേ ആയിട്ടുള്ള പരിപാടി എന്ന് വെച്ചാൽ ഇന്ന് വീട്ടിൽ പണിക്കാറുണ്ട് കേട്ടോ. ഏട്ടനടക്കം 3 പേരുണ്ട്. വീടിൻ്റെ മുറ്റം വളരെ അലങ്കോലമായിട്ട് നിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല മുറ്റൊരു ചെരിവുള്ളതുകൊണ്ട് കാണാനും വലിയ വൃത്തിയൊന്നുമില്ല കേട്ടോ. പൊടി ഉള്ളിലോട്ട് കയറുമ്പോൾ ഉള്ളിൽ വൃത്തിയാക്കിയാൽ അത് വൃത്തിയാവാറില്ല. അപ്പോൾ അവർക്കില്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ. നൂൽപുട്ടും മുട്ടക്കറിയുമാണ്. ചെറിയ കുഞ്ഞ മുട്ട, അതായത് നമ്മളെ കാടക്കോഴിയുടെ മുട്ടയാണ് ആക്കിയത്. അപ്പോൾ മുറ്റത്ത് എന്തെങ്കിലും ഇൻ്റർലോക്കോ അല്ലെങ്കിൽ കരിങ്കല്ലോ പാകണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ തീവ്രമായിട്ട് എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും നടന്നിരിക്കും. ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കൊച്ചു വീഡിയോഗ്രാഫർ എന്ന് പറയുന്നത് നമ്മുടെ ഇവമോളാണ്. ഇവമോൾ ഓരോ കാര്യം പറയുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇവമോൾ പറഞ്ഞ, അമ്മേ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ ആ മീൻ ഏതാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാണ് മത്തി, അതാണ് നമ്മുടെ കരിമീൻ. അപ്പോൾ ഏട്ടൻ ചെറിയ ബാക്ക് പെയിനും ചെറിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. മുന്നത്തെ അത്ര ഹെൽത്ത് അത്ര ഓക്കെ അല്ല. ഈ ഫ്രണ്ട് ഭാഗത്ത് ഷീറ്റിടേണ്ട പരിപാടിയുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ പറയുന്നത്, ആ കോവയ്ക്കര വള്ളി, ഏട്ടൻ അവിടെ ഒരു കോവയ്ക്കര വള്ളി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചെറുതായിട്ട് അങ്ങ് മറിച്ചിടേണ്ടി വന്നു. വള്ളി അവിടെ തന്നെ ഉണ്ട്, പക്ഷേ ഇനിയത് കാര്യമായിട്ട് പിടിക്കുകയൊന്നും ചെയ്യില്ല. ഒരുപാട് കോവക്ക അതിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. കാര്യമായ വളമോ കാര്യമൊന്നും ഞാൻ അതിൽ ചേർത്തിട്ടില്ല. നല്ല അടിപൊളി കോവയ്ക്ക നമുക്ക് കിട്ടിക്കൊണ്ടായിരുന്നു. അപ്പോൾ അതിനും വംശനാശം സംഭവിച്ചു. അപ്പോൾ കണ്ടോ, ഈ കുഞ്ഞു കൈകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആരിതാണെന്ന്. അങ്ങനെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം സമയത്തിന് തന്നെ കൊടുക്കാൻ പറ്റി. ഇന്ന് ഡാൻസ് ക്ലാസ് ഇല്ലാത്തത് ഒരുപാട് നന്നായി കേട്ടോ. ഈ ഡാൻസിൻ്റെ കാര്യം പറയുമ്പോഴാണ്, ജനുവരിയിൽ നമ്മളെ ഒരു പ്രോഗ്രാമുണ്ട്, നമ്മളെ നാട്ടിൽ തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസും കാര്യമില്ലാണ് ഇപ്പോൾ ഡാൻസ് ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏട്ടൻ ചോറ് വിളമ്പ് ഇവമ്മോള് പറഞ്ഞു, അച്ഛൻ നിർത്തി നിർത്തി വിളമ്പ്, എനിക്ക് ഓരോന്നായിട്ട് എടുക്കണം. അതിന് സപ്പോർട്ട് ചെയ്യാൻ ഏട്ടനും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കോവയ്ക്ക വറവാക്കി, അതുപോലെ തന്നെ അച്ചാറുണ്ടായിരുന്നു, നാരങ്ങ അച്ചാറുണ്ടായിരുന്നു. പിന്നെ പരിപ്പും മുരിങ്ങയിലും കൂടി കറി വെച്ചു. അതുപോലെ മത്തി വറക്കുക ഇതിന്. പിന്നെ ഇരുമീൻ വേണ്ടാന്ന് അവർ പറഞ്ഞു, പുഴമീൻ ആയതുകൊണ്ട് ചിലവർക്കൊന്നും ഇഷ്ടമില്ല, വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെ സെറ്റപ്പൊക്കെ ചെയ്തു. പിന്നെ ഏകദേശം ഒരു 3-3:30 ആകുമ്പോഴേക്കും പണി തീരും എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ സമയമാകുമ്പോൾ ഒന്ന് ചായയും കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ, സീ യു.